തെക്കൻ ഡൽഹിയിൽ തീപിടിച്ച് 21 പേരുടെ മരണത്തിന് കാരണമായ ഫ്ലറിഷ് സ്റ്റേ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് നിയമം ലംഘിച്ചെന്ന് വിവരം. മാളവ്യ നഗറിലെ ഹൗസ് റാണിയിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിന് ഡൽഹി സർക്കാർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പദ്ധതി പ്രകാരമാണ് അനുമതി നൽകിയിരുന്നത്. ഈ പദ്ധതി പ്രകാരം 6 മുറികൾ പ്രവർത്തിപ്പിക്കാൻ മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ ഫ്ലറിഷ് സ്റ്റേയിൽ 25 മുറികൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ബേസ്മെന്റിലും ചില മുറികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിയമം ലംഘിച്ച് പ്രവർത്തിച്ചതോടെ ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയായി. തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും വിദേശികളാണ് എന്നാണ് വിവരം. സംഭവമുണ്ടാകുമ്പോൾ 40-ലേറെ അതിഥികൾ ഹോട്ടലിലുണ്ടായിരുന്നു. ഇവരിലേറെയും തീപിടുത്തമുണ്ടാകുമ്പോൾ ഉറക്കത്തിലായിരുന്നു. ഹൗസ് റാണിയിലെ ഇടുങ്ങിയ പ്രദേശത്താണ് ഹോട്ടൽ ഉള്ളത്. നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികൾക്ക് സമീപമായതിനാൽ ഡൽഹിയിൽ ചികിത്സയുടെ ആവശ്യത്തിനെത്തുന്ന വിദേശികളിൽ പലരും താമസത്തിനായി ഫ്ലറിഷ് സ്റ്റേ തിരഞ്ഞെടുത്തിരുന്നു. ഹോട്ടലിന് ഒരേയൊരു പ്രവേശന കവാടവും പുറത്തിറങ്ങാനുള്ള വഴിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡൽഹി പോലീസ് പറയുന്നു, 25 മുറികളുള്ള ഹോട്ടലിൽ ഒരു എൻട്രി എക്സിറ്റ് പോയിന്റ് മാത്രമാണുള്ളതെന്നും മറ്റൊരു ഗുരുതര നിയമലംഘനമാണ്. ഹോട്ടലിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.